ഇരിക്കാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. PKR സാർ എന്തിനാ ഈ സമയത്ത് ഭൂമിക മാഡത്തിനെ കാണാൻ വന്നേ? പാറുവിന്റെ വീട്ടിലേക്ക് കൈലാഷിന് വേണ്ടി ഞാൻ പെണ്ണ് ചോദിച്ചു പോയത് തെറ്റായിപ്പോയി. കുറഞ്ഞത് അത് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ അറിയിക്കെങ്കിലും വേണമായിരുന്നു. കൈലാഷിന്റെ അന്നത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൻ പെട്ടെന്നൊരു സഹായം ചോദിച്ചപ്പോ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ സാധിച്ചില്ല. ഞാൻ കുറച്ച് ഇമോഷണലായി. അതാ പാറുവിന്റെ വീട്ടിലേക്ക് പോയത്. കുറച്ചു നാളായി കൈലാഷ് നീ പറയുന്ന മാത്രം കേൾക്കുന്ന അവസ്ഥയിലാണെന്ന് എനിക്കറിയാം. ചിലരോട് നമ്മൾ അറിയാതെ അടുത്തു പോകുമ്പോൾ അവർ പറയുന്ന ശരിയും തെറ്റും പെട്ടെന്ന് അംഗീകരിക്കാൻ തോന്നും. കൈലാഷിന് തന്നോട് അങ്ങനൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. ഇത് അതിനു പറ്റിയ അവസരമല്ല. സീതയെക്കുറിച്ച് നിനക്ക് നന്നായി അറിയാലോ. അവളുടെ സ്വഭാവം അറിയാവുന്നോണ്ടാ നമ്മൾ പല നീറുന്ന സത്യങ്ങളും ഉള്ളിലൊതുക്കി മിണ്ടാതെ ജീവിക്കുന്നത്. അതെല്ലാം പുറത്തു വന്നാൽ നിന്നെയോ എന്നെയോ സീതയെയോ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് കൈലാഷിനെ ബാധിക്കും. ഇനി അങ്ങോട്ട് കൈലാഷിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് താൻ കുറയ്ക്കണം. താൻ കൈലാഷിനെ വിളിക്ക്. ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. കൈലാഷോ? അവനിവിടെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാതെ രണ്ടുപേരും കൂടി ഓരോന്ന് ചെയ്തു കൂട്ടരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? കൈലാഷ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അല്ലെങ്കിലും ഈ സമയത്ത് അവനെന്തിനാ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുന്നേ? അവൻ വീട്ടിൽ നിന്ന് വഴക്കൂടി ഇറങ്ങിയപ്പോ ആശ്വാസത്തിന് തന്നെ വന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. വഴക്കോ? വീട്ടിൽ എന്താ സംഭവിച്ചത്? ഈ വീട്ടിൽ കഴിയണമെങ്കിൽ എന്റെ മകനായി കഴിയണം. പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ. ഇങ്ങനെ മമ്മിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. കൈലാഷ് മോനെ, പോകരുത്, നിക്ക്. സീത ദേഷ്യത്തിൽ അവനോട് തൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാനാ പറഞ്ഞത്. അതുകൊണ്ട് അവൻ തൻ്റെ അടുത്തേക്ക് വന്നു കാണുമെന്ന് ഞാൻ കരുതി. അവൻ ഇങ്ങോട്ടും വന്നില്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാ പോയത്? അയ്യോ, എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കൈലാഷ് എനിക്കൊരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര വർഷമായി കൈലാഷിൽ നിന്നും അകലം പാലിച്ച് ഒതുങ്ങി നടന്നത്. ഇപ്പൊ എല്ലാം ഞാൻ പേടിച്ചതുപോലെ തന്നെയാ സംഭവിക്കുന്നത്. നിങ്ങൾ ആദ്യം അവനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക. ഞാൻ അവനെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു. പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. വീട്ടിൽ നടന്ന വഴക്കിന് അവൻ എന്നെയും കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ടാ ഞാൻ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. താൻ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. തന്റെ നമ്പർ കണ്ട ചിലപ്പോൾ അവൻ എടുക്കും. എങ്ങനെയെങ്കിലും അവനെ ഇങ്ങോട്ട് എത്തിച്ചാൽ മതി. അവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തിരിച്ച് കൊണ്ടുപോയിക്കോളാം. ശരി. അവൻ എടുക്കുന്നില്ലല്ലോ. ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് പകരം ഊതി വീർപ്പിച്ച അമ്മയും മോനും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. അവനെ എവിടെ പോയി അന്വേഷിക്കണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുൻപ് പാറു അവനെ നിരസിച്ചപ്പോ അവൻ കുടിച്ചിവിടെ വന്ന് ബഹളം വെച്ചതാ.
അന്ന് എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നതാ. അവൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പങ്കുവെക്കണോന്ന് ഞാൻ കൈലാഷിനോട് പറഞ്ഞതുവാ.